ഹീറോയുടെ വണ്ടി ഏതോ സർവീസ് അല്ല ഷോറൂമിലേക്ക് പോകണം. ഹീറോ ഹോണ്ടയായിട്ടുള്ള ഒരു കൊളാബറേഷൻ നിർത്തി. ഇപ്പോൾ ഹീറോ ഡയറക്റ്റ് വണ്ടി ഇറങ്ങുന്നത്. ഓൾഡ് ടെക്നോളജി ഉണ്ട് ഹോണ്ടയുടെ. പിന്നെ അവർ പുതിയ വണ്ടികൾ ന്യൂ ടെക്നോളജി വേറെ ആർക്കെങ്കിലും കയ്യിൽ ബൈ ചെയ്യും, അല്ലെങ്കിൽ ഇൻഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. എന്തിൻ്റെ സൂക്കേടാന്നറിയില്ല. വാഗണാറുകാരിൽ ഇപ്പം ഇങ്ങനെ കൊണ്ടുപോകണ്ടേ, അങ്ങനെ ആ ബ്ലോഡ് പോട്ട് എറണാകുളത്തേക്കുള്ള ബ്ലോക്ക് മാറി. മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിലുള്ള ബ്ലോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് അവിടെയൊക്കെ പോലീസുകാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഈ ബ്ലോക്ക് മുഴുവൻ തോന്നുന്നു. ആ മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ്റെ എവിടെയൊക്കെ ഇപ്പോൾ പോലീസുകാരെവിടെയെങ്കിലും വന്നു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം മൊത്തം ബ്ലോക്കായിരിക്കും. ട്രാഫിക് ലൈറ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, കൃത്യം ഒരു ബ്ലോക്കും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും കാണാറുണ്ട്, ഏതെങ്കിലും ട്രാഫിക് ജംഗ്ഷനിൽ പോലീസുകാരവിടെ നിർത്തിയിട്ടുണ്ട് ആ പ്രദേശത്ത് മൊത്തം ബ്ലോക്കായിരിക്കും. എന്നാൽ ലൈറ്റുള്ള ഒരു സ്ഥലത്തും ഒരു ബ്ലോക്കും ഉണ്ടാവില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്ക് മുഴുവൻ ആ മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ്റെ അവിടെ പോലീസുകാർ അവരവിടെ നിന്ന് എല്ലാ വഴിയിലുള്ള വണ്ടി മുഴുവൻ തടഞ്ഞിട്ടേക്ക്. ഇവിടെ പോലീസുകാർ കണ്ടില്ല, പിന്നെ അപ്പുറേ ആയിരിക്കും. എറണാകുളത്തേക്കുള്ള ബ്ലോക്ക്, പക്ഷെ മൂവാറ്റുപുഴ സൈഡിലേക്ക് ബ്ലോക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല.
വണ്ടികൾ ഞാൻ കോലഞ്ചേരിയിൽ കാണുന്ന ആദ്യമായിട്ടാണ്. വണ്ടി പോകുന്നുണ്ടാകും, പക്ഷെ ഇങ്ങനെ ബ്ലോക്കായിട്ട് ഇങ്ങനെ കിടന്ന് കാണുന്ന ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് അതിരാവിലെ അങ്ങനെ അധികം ബ്ലോക്ക് വരേണ്ട സമയമല്ല. കാരണം അത് പ്രത്യേകിച്ച് 8 മണിക്ക് മുമ്പ്, 8 മണി സമയത്ത് 9-10 ആകുമ്പോൾ പിന്നെ ആളുകൾ ഓഫീസിൽ കൊണ്ട് തിരക്കുമെന്ന് പറയാം. പക്ഷേ ഇത് 8 മണി സമയത്ത് സാധാരണ ബ്ലോക്ക് വരാൻ പാടില്ലാത്ത, അല്ലാതെ വന്നതെന്നറിയില്ല. തിരിയില്ല വണ്ടി എത്തിയിട്ടുണ്ട്. ഇനി ആ ബസ്സുകാരനോട് ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഇവിടെയല്ല ഗേറ്റ്, അപ്പുറേ ഗേറ്റ്. ഇവന്മാരൊക്കെ പൊട്ടന്മാർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അവരെ ഇനി നടത്തിക്കപ്പ അത്രയും ദൂരം. അപ്പുറത്തെ ഗേറ്റ് വഴി പോകണം. ഈ ഗേറ്റ് തുറക്കാറില്ല വർഷങ്ങളായിട്ട്. ഇലക്ട്രിക് വണ്ടികൾ എന്തൊരു ഗുണങ്ങളാണ്.